ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ഉള്ളിലെ അസാധാരണമായ കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചാൽ നിങ്ങളുടെ കരിയറിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം ഉറപ്പാണ്. ഇത് കേവലം വാക്കുകളല്ല, നിങ്ങളുടെ വിജയത്തിന്റെ വഴിത്തിരിവാകാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങളിൽ ഓരോരുത്തരിലും പ്രകൃതിദത്തമായ ചില അസാധാരണമായ കഴിവുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ മിക്കവരും ദിവസവും ഒരേ ജോലി, ഒരേ തിരക്കുകൾ ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ തങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ എന്താണെന്ന് പോലും മറന്നു പോവുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ വെറുതെ ജീവിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ കഴിവുകളെ എങ്ങനെ കണ്ടെത്താമെന്നും അതിലൂടെ ജീവിതത്തിൽ എങ്ങനെ കൂടുതൽ സന്തോഷവും വിജയവും കൈവരിക്കാമെന്നും വളരെ ലളിതമായി നാം പരിശോധിക്കാൻ പോവുകയാണ്. വീഡിയോയുടെ അവസാനം വരെ കാണുക. ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യം: എന്തുകൊണ്ടാണ് പലർക്കും സ്വന്തം കഴിവ് തിരിച്ചറിയാൻ സാധിക്കാത്തത്? ഇതിന് പ്രധാനമായും 3 തടസ്സങ്ങളാണുള്ളത്. ഒന്നാമത്തേത് സമൂഹത്തിന്റെ അടിച്ചേൽപ്പിച്ച നിർവചനങ്ങൾ. ഇതൊരു നല്ല ജോലിയാണ്, ഇതാണ് സക്സസ് എന്നൊക്കെ സമൂഹം പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രം പിന്തുടരാൻ നാം നിർബന്ധിതരാകുന്നു. ഇതിനിടയിൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ നമ്മൾ പാടെ അവഗണിക്കുന്നു. രണ്ടാമത്തേത് പരാജയത്തോടുള്ള ഭയമാണ്. പുതിയൊരു മേഖലയിലേക്ക് കടക്കുമ്പോൾ എനിക്ക് പറ്റുമോ എന്നൊരു ചെറിയ പേടി എല്ലാവർക്കും ഉണ്ടാവും. ഈ പേടി കാരണം നമ്മൾ നമ്മുടെ സാധ്യതകളെ ഉള്ളിലൊതുക്കുന്നു. മൂന്നാമതായി ഒരേ ചര്യയിലുള്ള ജീവിതം. ദിവസവും ഒരേ കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതിലൂടെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനോ സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാനോ ഉള്ള അവസരം നമുക്ക് ലഭിക്കുന്നില്ല. ഈ 3 തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം എന്നതാണ് നാം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ആരുടെയും നിർബന്ധമില്ലാതെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച കാര്യങ്ങൾ എന്തായിരുന്നു? ചിലർക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്നതാവാം, ചിലർക്ക് കഥകൾ പറയുന്നതാവാം, ചിലർക്ക് കളിപ്പാട്ടങ്ങൾ അഴിച്ചു പണിത് വീണ്ടും കൂട്ടി യോജിപ്പിക്കുന്നതാകാം. ആ പഴയ താല്പര്യങ്ങൾ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ കഴിവിന്റെ വേരുകൾ. അവയിൽ മിക്കപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായ കഴിവുണ്ടായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ ആ താല്പര്യം ഇന്ന് എങ്ങനെ ഒരു സ്കില്ലാക്കി മാറ്റാം? ഏത് ജോലി ചെയ്യുമ്പോഴാണ് നിങ്ങൾ സമയം പോകുന്നത് അറിയാതെ അതിൽ മുഴുകിപ്പോകുന്നത്? അത് വായിക്കുമ്പോഴാകാം, കോഡിങ് ചെയ്യുമ്പോഴാകാം, പാചകം ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നതാവാം. ഈ അവസ്ഥയാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ജോലി ചെയ്യുമ്പോൾ ലോകത്തെ മറക്കുന്നു എങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് ഒളിഞ്ഞിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ എത്തുന്ന കാര്യങ്ങൾ മാത്രം കണ്ടെത്തുക എന്നതാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ വിജയം. നമ്മൾ പലപ്പോഴും നമ്മുടെ കുറവുകളെയാണ് ശ്രദ്ധിക്കുന്നത്. മറ്റുള്ളവർ നമ്മളുടെ കഴിവുകളെയാണ് കാണുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഈ ചോദ്യം ചോദിക്കുക: ഞാൻ മറ്റുള്ളവരെക്കാൾ നന്നായി ചെയ്യുന്ന കാര്യം എന്താണെന്നാണ് നിനക്ക് തോന്നുന്നത്? അവർ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ സ്വയം കാണാത്ത പല സത്യങ്ങളും വെളിപ്പെടുത്തും. ഈ 3 കാര്യങ്ങൾ, നിങ്ങളുടെ പഴയ താല്പര്യം, നിങ്ങൾ മുഴുകിപ്പോകുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ നിങ്ങളിൽ കാണുന്ന കഴിവ്, ഇവ 3ഉം കൂട്ടിയിണക്കി നോക്കൂ. അതിലൊത്ത നടുവിലായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ് ഒളിഞ്ഞിരിക്കുന്നത്. ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത പടി അതിനെ എങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു കഴിവ് കണ്ടെത്തി എന്ന് കരുതുക. പക്ഷേ കഴിവുണ്ടായതുകൊണ്ട് മാത്രം യാതൊരു കാര്യവുമില്ല. അതെങ്ങനെ ഒരു സ്കില്ലാക്കി മാറ്റാം എന്നതാണ് പ്രധാനം. ഇതിനായി
30 ദിവസത്തെ പരീക്ഷണം എന്ന രീതി നിങ്ങൾ സ്വീകരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് എഴുതാനാണ് താല്പര്യമെങ്കിൽ അടുത്ത 30 ദിവസം മുടങ്ങാതെ അത് ചെയ്യുക. ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം, പക്ഷേ തുടർച്ചയായി ചെയ്യുമ്പോൾ ആ കഴിവ് മെച്ചപ്പെടും. ഒപ്പം വിപണിയിൽ ഇതിനുള്ള സാധ്യതകൾ എന്താണെന്ന് കൂടി പരിശോധിക്കുക. ഇന്ന് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലോകത്തെവിടെയുമുള്ള ആളുകളിലേക്ക് നിങ്ങളുടെ കഴിവിനെ എത്തിക്കാൻ വളരെ എളുപ്പമാണ്. വലിയ ലക്ഷ്യങ്ങൾ മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. ഇന്ന് തന്നെ ചെറിയൊരു തുടക്കം കുറിക്കുക. ഒരുപാട് പണം ചെലവാക്കുന്ന പ്രൊജക്റ്റുകളിലേക്ക് ചാടി വീഴരുത്. പകരം ചെറിയ രീതിയിൽ കുറഞ്ഞ റിസ്കിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. ഫലം കിട്ടുമ്പോൾ മാത്രം വലിയ തോതിൽ അതിലേക്ക് ഇറങ്ങുക. നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്നതിലേക്ക് കൂടി ശ്രദ്ധ തിരിക്കുക. അപ്പോൾ മാത്രമേ അതിനൊരു സ്ഥിരത ലഭിക്കുകയുള്ളൂ. ജീവിതം എന്നത് നമ്മൾ ആരാണെന്ന് കണ്ടെത്തുന്നതും അതിനെ പരിപോഷിപ്പിക്കുന്നതുമായ വലിയൊരു യാത്രയാണ്. ഈ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം വലിയ മാറ്റങ്ങൾ സംഭവിക്കില്ല. നിങ്ങൾ ഇന്ന് തന്നെ ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കഴിവ് എന്താണെന്ന് അറിയാൻ എനിക്കും ആകാംക്ഷയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകൾക്കായി, പുതിയ പ്രോത്സാഹനങ്ങൾക്കായി ഈ ചാനലിനോടൊപ്പം നിങ്ങൾ നിൽക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.